ലീഗ് മന്ത്രിമാരുടെ യോഗം വിളിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം നാളെ രാവിലെ 9 മണിക്ക് പാണക്കാട് വെച്ചാണ് ഈ യോഗം. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നു എന്ന പരാതികളും ആരോപണങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചത്. അരുൺ അമൃതാദ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, നേരത്തെ ഈ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പരാതികൾ ലീഗിലെ അണികൾക്കുണ്ടായിരുന്നു. ലീഗിന്റെ സ്വാധീന മേഖലയിൽ നിന്ന് പല നേതാക്കളുടെയും പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലീഗ് മന്ത്രിമാരുടെ യോഗം വിളിക്കാനുണ്ടാകുന്ന മറ്റ് സാഹചര്യങ്ങൾ എന്താണ്? എപ്പോൾ യോഗം ചേരും? അത് പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്തമാകുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ചായ സൽക്കാരം എന്നോണം ഒരു സൗഹൃദ വിരുന്ന് എന്ന തരത്തിലാണ് കാര്യങ്ങൾ കൂടിയെങ്കിലും അതൊരു യോഗമായി തന്നെ മാറുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് പാണക്കാട്ട് വെച്ചാണ് മന്ത്രിമാരുടെ യോഗം മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതായത് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനം, ഒപ്പം തന്നെ PM3 വിഷയം, ഇതെല്ലാം ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ്. പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ യൂത്ത് ലീഗും ഒപ്പം തന്നെ MSFും എല്ലാം തന്നെ ശക്തമായി രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രൂക്ഷമായ വിമർശനം പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ? നിലവിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതായത് ഒരു സൽക്കാരം എന്ന രീതിയിൽ തന്നെ വിളിച്ചു ചേർത്ത യോഗമാണ്. പക്ഷെ ഈ യോഗം എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഗൗരവത്തോടെയുള്ള യോഗം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ലീഗിന്റെ മുതിർന്ന നേതാക്കളും ഇത്തവണ പ്രതികളും MLA-മാർ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ്. മന്ത്രിമാരുടെ യോഗം എന്ന നിലയ്ക്കാണ് എന്തായാലും ഈ ഘട്ടത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്നാണ് പ്രതീക്ഷ.